അണ്ണനും തമ്പിയുമായി അമേരിക്കയുടെ അമരത്തേക്കെത്തിയ രണ്ടുപേര്. ഒരാൾ ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും, മറ്റൊരാളാകട്ടെ ശതകോടീശ്വരൻ. എന്നാൽ ഇരുവരുടെയും തമ്മിൽ തല്ല് കാണാനാണ് ഇപ്പോൾ ലോകത്തിന്റെ വിധി. ആരാണ് ഏതാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അത് ഇലോൺ മസ്കും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. അമേരിക്ക ഇനിയും ഒരുപാട് നന്നാക്കുമെന്ന് പറഞ്ഞ് അമരത്തേക്ക് കയറിയ ട്രംപും നവ അമേരിക്കയെ സൃഷ്ടിക്കാൻ വേണ്ടി ശതകോടീശ്വരൻ മസ്ക് ഡോഡ്ജിലേക്കും കയറിപ്പോയപ്പോൾ അമേരിക്കയെ തൊടാൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല എന്ന് വീമ്പിളക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ അമരത്തേക്ക് ട്രംപും നവ അമേരിക്കയെ സൃഷ്ടിക്കാൻ വേണ്ടി ശതകോടീശ്വരൻ മസ്ക് ഡോഡ്ജിലേക്കും കയറിയത്. അമേരിക്കയെ തളർക്കാൻ ഇനി ഒരു ശക്തിക്കും സാധിക്കില്ലെന്നായിരുന്നു അവർ അഹങ്കരിച്ചത്. എന്നാൽ ഇത്ര നാളും കാട്ടിക്കൂട്ടിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട്. അണ്ണനും തമ്പിയും തമ്മിൽ ഏത് കുടുംബ വഴക്കും പോലെ ഇരുവരുടെയും കുറ്റങ്ങളും കാര്യമായി ഇരുപക്ഷവും നിരത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്ന് മാത്രം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വിനാശകാരിയായിട്ടാണോ മസ്ക് അവതരിച്ചത് എന്ന് പോലും നമുക്ക് തോന്നും. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇവരുടെ ഈ തമ്മിൽ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുപ്പിച്ചാൽ കുത്തിക്കൊല്ലും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റും ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനും എത്തിയിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി തന്നെ ഇരുത്തിയ മസ്കിന്റെ കാൽ കീഴിൽ രാജ്യത്തെ സമർപ്പിച്ച അതേ ട്രംപ് മസ്ക് കള്ളനാണെന്ന് പറയുമ്പോൾ, ഞാനല്ല ട്രംപാണ് പെരുങ്കള്ളനെന്ന് മസ്ക് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം: രണ്ട് ഉറ്റ ചെങ്ങാതിമാർ തമ്മിലടി തുടങ്ങിയെന്ന്. ഏതൊരു കുടുംബ വഴക്കിനെയും പോലെ വളരെ ശുദ്ധവും വൃത്തിയുള്ളതുമാണ് ഈ വഴക്കും. കലിമൂത്ത മസ്ക് കഴിഞ്ഞ ദിവസം ട്രംപിന് നേരെ ഉയർത്തിയ ആരോപണം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള പരാമർശമുണ്ടെന്നാണ് കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും പരാമർശം ഉണ്ടെന്നാണ് മസ്കിന്റെ ഏറ്റവും പുതിയ ആരോപണം. ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യണമെന്നും പകരം ആ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് JD വാർസിനെ നിയോഗിക്കണമെന്നുമാണ് മസ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കണേ, ട്രംപിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച അതേ നാവ് കൊണ്ട് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പറയുകയാണ് മസ്ക് ചെയ്യുന്നത്. അതേസമയം ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇതിന് മറുപടി നൽകിയത് മസ്കിന് പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ പീഡിപ്പിച്ച എപ്സ്റ്റൈൻ 2019 ജയിലിൽ വെച്ച് മരിക്കുന്നത്. നിരവധി ഉന്നതരുമായി ബന്ധമുണ്ടായിരുന്ന ഇയാൾക്ക് അവർക്ക് സ്ത്രീകളെ കാഴ്ചവെച്ചാണ് ഉന്നത പദവിയിൽ എത്തിയതെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. എന്നാൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറ്റോർണി ജനറൽ പാം ബോണ്ടി ഇതിനെ ചില പേജുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന രഹസ്യങ്ങളായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ട്രംപിനെ കുറിച്ചുള്ള ഈ പോസ്റ്റ് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുമെന്ന സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും മസ്ക് തിരിച്ചടിച്ചു. കഴിഞ്ഞ ദിവസം ട്രംപ് സർക്കാർ അവതരിപ്പിച്ച ബില്ലിൽ തന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് മസ്ക് പിണങ്ങിയത് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മസ്കിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലും ട്രംപ് മസ്കിന്റെ ആരോപണങ്ങളെക്കുറിച്ച് മറുപടി നൽകാൻ തയ്യാറായില്ല. മറ്റാരും വാങ്ങാൻ താല്പര്യം കാണിക്കാത്ത മസ്കിന്റെ കാറുകൾ എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന് താൻ വഴങ്ങാത്തതുകൊണ്ടാണ് മസ്കിന് ഭ്രാന്തായത് എന്നാണ് ട്രംപിന്റെ വിമർശനം. ടെസ്ലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് മസ്ക് ഭീഷണിയുമായി രംഗത്ത് വന്നത്. ഡൊണാൾഡ് ട്രംപ് നന്ദികേട് പറയുകയാണെന്നും തന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റുപോയെന്നും ഇലോൺ മസ്ക് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചതിൽ ഡൊണാൾഡ് ട്രംപ് നിരാശ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇലോൺ മസ്കിന്റെ പ്രതികരണം വന്നത്. മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയാനുണ്ട്. ഉറ്റ ചെങ്ങാതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രംപ് നിരവധി വാഹനങ്ങളാണ് വൈറ്റ് ഹൗസിൽ നിരത്തിവെച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ ടെസ്ല കാറുകൾ ഉൾപ്പെടെ പ്രസിഡന്റിന് സ്വന്തവുമാണ്. കമ്പനി CEO ഇലോൺ മസ്കിനൊപ്പം എത്തിയാണ് ചുവന്ന നിറത്തിലുള്ള മോഡൽ S ട്രംപ് അന്ന് സ്വന്തമാക്കിയത്. ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ടകളുമായി മുന്നോട്ട് പോകുന്ന കാലത്തായിരുന്നു ഈ കാറ് വാങ്ങൽ നടന്നത്. വാവ്, മനോഹരമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് പോലും. എന്നാൽ ഡ്രൈവ് ചെയ്യാൻ അനുവാദമില്ലാത്തതിനാൽ ട്രംപ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. പകരം തന്റെ സ്റ്റാഫിന് ഓടിക്കാൻ കഴിയുന്ന തരത്തിൽ കാർ വൈറ്റ് ഹൗസിൽ ഇടാമെന്ന്
ട്രംപ് പറഞ്ഞു. ഏകദേശം $80,000 വിലമതിക്കുന്ന കാർ ഡിസ്കൗണ്ട് ഒന്നും കൂടാതെയാണ് ട്രംപ് വാങ്ങിയത്. മസ്ക് തനിക്ക് കിഴിവ് നൽകുമെന്നും എന്നാൽ അങ്ങനെ നൽകിയാൽ തനിക്ക് ആനുകൂല്യം ലഭിച്ചെന്ന് മറ്റുള്ളവർ പറയുമെന്നും ട്രംപ് പറഞ്ഞു. രാജ്യസ്നേഹികളോടെല്ലാം ടെസ്ല കാർ വാങ്ങാൻ ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ നിരത്തിയിട്ട 4 കാറുകളിൽ നിന്നാണ് ട്രംപ് ഈ കാർ തിരഞ്ഞെടുത്തത്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവരുടെ സൗഹൃദം ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോഴെന്ന് പറയാതെ വയ്യ. അമേരിക്കൻ പ്രസിഡന്റിന് ശതകോടീശ്വരനോട് വൈരാഗ്യം വരുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ തെറ്റാൻ പല കാരണങ്ങളുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത്. ഇതിൽ ഒരു വാദം വൈറ്റ് ഹൗസിൽ നടന്ന കയ്യാങ്കളി തന്നെയാണ്. ട്രംപ് മസ്ക് വാക്പോരിനിടെ വൈറ്റ് ഹൗസിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങളുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ ഡോജ് മേധാവിയായ ഇലോൺ മസ്കും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസനും തമ്മിൽ വൈറ്റ് ഹൗസിനുള്ളിൽ അടിപിടി ഉണ്ടായി എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് ബാനനെ ഉദ്ധരിച്ച് ദ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് വൈറ്റ് ഹൗസിനുള്ളിലെ കയ്യാങ്കളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റഗ്ബി കളിക്കാരനെ പോലെ മസ്ക് തോളുകൊണ്ട് ബെസന്റിന്റെ വാരിയലിൽ ഇടിക്കുകയായിരുന്നു. സ്റ്റീവ് ഗാനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇരുവരും പുറത്തിറങ്ങി വൈറ്റ് ഹൗസിലെ ഒരു ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവർ പരസ്പരം അപമാനിക്കാൻ തുടങ്ങി. $1 ട്രില്യൺ വരുന്ന സർക്കാരിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടെത്തുമെന്ന മസ്കിന്റെ പാലിക്കാത്ത പ്രതിജ്ഞയെ ബെസന്റ് പരിഹസിച്ചു. ഇതാണ് ഇരുവരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് കാരണമായതെന്നാണ് ബാനനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നത്. നീയൊരു വഞ്ചകനാണ്, നീയൊരു പൂർണ്ണ വഞ്ചകനാണ് എന്ന് ബെസന്റ് പറഞ്ഞതിന് പിന്നാലെ മസ്കിന് നിയന്ത്രണം വിട്ടു. ഇതോടെ കലിയിളകിയ മസ്ക് തോളുകൊണ്ട് ഒരു റഗ്ബി കളിക്കാരനെ പോലെ ബെസന്റിന്റെ വാരിയലിന് ഇടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബെസന്റ് മസ്കിനെ തിരിച്ചടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരുവരെയും പിന്തിരിപ്പിക്കാൻ ആളുകൾ ഇടപെട്ടു എന്നും മസ്കിനെ വൈറ്റ് വിങ്ങിൽ നിന്നും പുറത്താക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പ്രസിഡന്റ് ട്രംപ് ഇത് കടന്ന കൈ ആയിപ്പോയെന്ന് അഭിപ്രായപ്പെട്ടതായും ബാനനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന മസ്ക് രാജിവെച്ചതിന് പിന്നാലെ കണ്ണിന് മുകളിൽ കറുത്ത പാടുമായി വൈറ്റ് ഹൗസിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മകൻ ഇടിച്ചതാണ് മുഖത്തെ പാടെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം. സ്കോട്ട് ബെസന്റുമായ കയ്യാങ്കളിയുടെ ഭാഗമായിരുന്നു ആ കറുത്ത പാടെന്ന് ദ വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും വൈറ്റ് ഹൗസിലുണ്ടായ കയ്യാങ്കളിയും ട്രംപും മസ്കും തമ്മിൽ ഇപ്പോൾ തുടരുന്ന ശത്രുതയും ഒക്കെ വലിയ വാർത്തകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരനും സംരംഭകനും ടെക് മാഗ്നറ്റുമായ ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധം ആധുനിക അമേരിക്കൻ പൊതുജീവിതത്തിലെ ഏറ്റവും അസാധാരണമായ ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരും വലിയ ശക്തരും വിവാദപരരും വാർത്തകളിൽ ആധിപത്യം പുലർത്തുന്നവരുമാണ്. ഇവരുടെ സൗഹൃദത്തിന് ഇത്രയേറെ ജനപ്രീതി കിട്ടുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെ. എന്നിരുന്നാലും പരമ്പരാഗത സൗഹൃദത്തേക്കാൾ പ്രശംസ, വിമർശനം, തന്ത്രപരമായ ഇടപെടലുകൾ എന്നിവയിൽ അവരുടെ ബന്ധം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പരസ്പരം വിമർശിക്കാൻ പോലും മടിയില്ലാത്ത സുഹൃത്തുക്കളാണ് ഇവരെന്ന് പറയേണ്ടി വരും. 2025 ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പുനരുജ്ജീവിപ്പിച്ച അമേരിക്ക 2.0യുടെ നേതാവായി സ്വയം ചിത്രീകരിക്കുകയും ചെയ്തതോടെ ഇലോൺ മസ്ക് വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. ട്രംപിനെ മസ്ക് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും പ്ലാറ്റ്ഫോം മാനേജ്മെന്റും പൊതുപ്രസ്താവനകളും ട്രംപിന്റെ തിരിച്ചുവരവിനെ അദ്ദേഹം പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മസ്കിന് വലിയൊരു സ്വാധീനം തന്നെയുണ്ട്. മസ്കിന്റെ ഇടപെടൽ ജനാധിപത്യത്തിനും പൊതുജന വിശ്വാസത്തിനും നയപരമായ സമഗ്രതയ്ക്കും ഹാനികരമാണെന്ന് വിമർശകർ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസ്ക് എക്സ് ഏറ്റെടുത്തതിന് ശേഷം മോഡറേഷൻ നയങ്ങളിൽ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ട്രംപിനെ വിജയിപ്പിക്കാനാണ് എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 2025 ട്രംപ് സഖ്യകക്ഷികളും ഗൂഢാലോചന സിദ്ധാന്തക്കാരും ഉൾപ്പെടെ നിരവധി നിരോധിത തീവ്ര വലതുപക്ഷ ശബ്ദങ്ങൾ തിരിച്ചുവരികയാണ്. ഇതിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ട്രംപിന്റെ പ്രചാരണത്തിന് പിന്തുണ ശേഖരിക്കുകയും ചെയ്തത് ഈ എക്സിലൂടെ തന്നെയാണ്. ട്രംപിസ്റ്റ് ആഹ്വാനങ്ങളെ വർദ്ധിപ്പിക്കുകയും മുഖ്യധാര പത്രപ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുകയും ജനാധിപത്യ സ്ഥാപനങ്ങളിലേക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു അനിയന്ത്രിത ഇടമായിട്ട് എക്സിനെ മാറ്റിമറിച്ചുകൊണ്ട് മസ്ക് അതിനെ ഒരു ആയുധമായിട്ടാണ് ഇവിടെ, അതായത് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപ് പതിവായി ട്വീറ്റ് ചെയ്യുന്നില്ലെങ്കിലും വിശ്വസ്തരും സ്വാധീന ശക്തിയുള്ളവരുമായ മസ്കിന്റെ പ്ലാറ്റ്ഫോമിലുടനീളം അദ്ദേഹത്തിന്റെ സ്വാധീനം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്പോൾ പൂർണ്ണ ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാണ്
ഇലോൺ മസ്കിന്റെ ഈ ഒരു നീക്കത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപകടകരമായ ഒരു സഖ്യം മസ്കും ട്രംപിൽ ശൈലിയിൽ വ്യത്യസ്തരാണെങ്കിലും സമാനമായ ഒരു സ്ഥാപന വിരുദ്ധ ഉണർന്നിരിക്കുന്ന സർക്കാർ വിരുദ്ധ ആഹ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. 2025 ഈ വിന്യാസം കൂടുതൽ ശക്തമായി എന്ന് വേണം മനസ്സിലാക്കാൻ. മസ്ക് പതിവായി സംസ്കാരത്തെയും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സർക്കാർ നിയന്ത്രണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ട്രംപ് പ്രചാരണങ്ങളും അദ്ദേഹത്തിന് പിന്തുണ നൽകി. ലിബർട്ടേറിയൻ സാമ്പത്തിക ശാസ്ത്രം, നിയന്ത്രണങ്ങൾ നീക്കൽ, ദേശീയത എന്നിവയെ രണ്ടു കൂട്ടരും പിന്തുണച്ചിട്ടുമുണ്ട്. മസ്കിനെ പോലെയുള്ള ടെക് ശതകോടീശ്വരൻ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിനായി അവകാശപ്പെടുമ്പോൾ തന്നെ സ്വേച്ഛാധിപത്യ ശൈലിയുള്ള രാഷ്ട്രീയം വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ രൂപമാണ് ഈ വിന്യാസം ടെക്നോക്രാറ്റിക് പോപ്പുലിസം സൃഷ്ടിക്കുന്നതെന്ന് വിമർശകർ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ സൗഹൃദമുണ്ടെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ സ്വയം നാണകെടുന്ന നിലപാടാണ് രണ്ടു കൂട്ടരും സ്വീകരിച്ചതെന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇവരുടെ സൗഹൃദം, അതായത് ഇപ്പോൾ എല്ലാവരും കളിയാക്കുന്ന ഇവരുടെ സൗഹൃദത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.